ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് വേണ്ട ഒരു നല്ല ഗുണമാണ് അനുസരണം എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തിയത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചിരുന്നാൽ, ഇങ്ങനെയാണോ അനുസരണമുള്ള ആൾക്കാർ ദൈവത്തോട് ഇടപെടേണ്ടത്? നമുക്ക് ഇന്നത്തെ വേദ വായനാ ഭാഗമായ സങ്കീർത്തനം, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, 103-ാം സങ്കീർത്തനം 1 മുതലുള്ള വാക്യമാണ്. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. ഇതാണ് നമുക്കാവശ്യം. നമുക്കിന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, കരുണയുള്ള ദൈവമേ, അടിയങ്ങളുടെ ബലഹീനതയെല്ലാം അവിടുന്ന് കാണുന്നു. അടിയങ്ങളിപ്പോൾ യാചിക്കുന്നത് അവിടുത്തെ ദയയും കരുണയും ഞങ്ങളെ അണിയിക്കണം. അവിടുത്തെ ദയയും കരുണയും ഞങ്ങളെ സകലവിധമായ പൈശാചിക ശക്തികളിൽ നിന്നും സകലവിധമായ രോഗങ്ങളിൽ നിന്നും ദുഃഖത്തിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളും. അടിയങ്ങളുടെ പ്രാർത്ഥന കേട്ട് അടിയങ്ങളോട് കൂടെ ഇരിക്കണം. യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ആമേൻ. ഈ പറഞ്ഞു വന്നതിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളതാണ് ഇനി നമ്മൾ പറയാൻ വന്നത്. അതായത് ദൈവത്തെ അനുസരിച്ചില്ല എങ്കിൽ നമുക്കൊരു വലിയൊരു നഷ്ടമുണ്ടാകും. എന്താണെന്നറിയാമോ? നമ്മളെ കർത്താവായ യേശു ക്രിസ്തു പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ച കൂട്ടത്തിൽ പറഞ്ഞു, നിൻ്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. അപ്പോൾ ഇഷ്ടം, നിൻ്റെ ഇഷ്ടം, ആരുടെ ഇഷ്ടം? ദൈവത്തിൻ്റെ ഇഷ്ടം. ഈ ദൈവത്തിൻ്റെ ഇഷ്ടമെന്ന് പറയുന്നതാണ് പരമപ്രധാനമെന്ന് ഞാൻ പറഞ്ഞത്. ദൈവത്തെ അനുസരിച്ചില്ല എങ്കിൽ അവിടുത്തെ ഇഷ്ടം നമ്മളെങ്ങനെയാണ് അറിയുന്നത്? അറിയാതെ അവനെ അനുഗമിക്കുക സാധ്യമല്ല. അവൻ്റെ ഇഷ്ടം നാം കേൾക്കണം, അനുസരിക്കണം, അനുഗമിക്കണം. മക്കളപ്പനെ അനുസരിക്കുന്നത് പോലെ നാം നമ്മുടെ സ്നേഹവാനായ ദൈവത്തെ അനുസരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അവൻ നിൻ്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിൻ്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കുന്നു. അവൻ നിൻ്റെ ജീവനെ നാശത്തിൽ നിന്ന് വീണ്ടെടുക്കുന്നു. അവൻ ദയയും കരുണയും നിന്നെ അണിയിക്കുന്നു. നമ്മളെ ദുഃഖിച്ചും വേദനപ്പെട്ടും വ്യാകുലപ്പെട്ടും ഇരിക്കുന്ന ആൾക്കാരുടെ മുമ്പിൽ കർത്താവ് അവിടുത്തെ ദയയും കരുണയും അണിയിക്കട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി നമുക്ക് തുടങ്ങാം. ഈ ദൈവത്തെ അനുസരിക്കാതെ ദൈവത്തിൻ്റെ ഇഷ്ടം നമുക്കറിയാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ ഇഷ്ടം എന്തെന്നറിയാതെ നമ്മൾ പോയിട്ടും കാര്യമില്ല. അതായത് ഈ ഒരു ബോധമില്ലാത്ത അല്ലെങ്കിൽ ഒരു ബുദ്ധിയില്ലാത്ത ജീവിയെപ്പോലെ നമ്മുടെ കർത്താവ് നമ്മളെ ഇടപെടുകയില്ല. ഒരിടത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ കർത്താവ് നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുക, ഭോഷ ഇവിടെ വാ, നീ ഭോഷനാണെന്ന് എനിക്കറിയാം, പക്ഷേ ഇത് കേട്ടു, ഇത് കേൾക്കുമ്പോഴത്തേക്ക് നീ ജ്ഞാനിയായി മാറും. ഭോഷാന്ന് വിളിച്ചത് ഒരു വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തന്നെ തോന്നും. ഞാൻ ഏതാണ്ട് വലിയ കാര്യം ചെയ്യാൻ പോവാം. എന്നിട്ട് കർത്താവ് എന്തെടുക്കുമെന്നറിയാവോ? നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരും. എൻ്റെ ഇഷ്ടം ഇതാണ്, അത് പ്രകാരം നീ ചെയ്യണം. ഇത് ആൾക്കാർക്കെല്ലാം വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഇവർ പ്രാർത്ഥിക്കുന്നതുടനെ ദൈവം ഇവരുമായിട്ട് ഇടപെടത്തില്ല. അത് കാരണത്താലേ അവർ കേൾക്കത്തില്ല. രണ്ടാമത്, ശ്രദ്ധയോടുകൂടി കർത്തൃസന്നിധിയിൽ ഇരിക്കാൻ ഇവർക്കാർക്കും മനസ്സില്ല. അപ്പോൾ ആ ഒരു സംഗതി ചീറ്റിപ്പോവുകയുള്ളൂ പതിവ്. എന്നാൽ ഞാൻ മറ്റൊരു മാർഗം നിങ്ങളോട് പറയാം. നമുക്ക് കർത്താവിനോട് കൂടെ ചരിക്കുകയും കർത്താവിനോടുകൂടെ മരിക്കുകയും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരു മാർഗമുണ്ട്. അത് വളരെ എളുപ്പമാണ്. എന്താണെന്നറിയോ? വചനം ഇടവിടാതെ കൈകാര്യം ചെയ്യുക.
അതിൽ മുങ്ങിക്കിടന്നാൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ അനുവദിക്കുകയില്ല, വഴിവിട്ട് പോകുകയുമില്ല. 1 കൊരിന്ത്യർ 6:18 നമ്മളിങ്ങനെ വായിക്കുന്നു: ദുർനടപ്പ് വിട്ട് ഓടുവിൻ. മനുഷ്യൻ ചെയ്യുന്ന ഏത് പാപവും ശരീരത്തിന് പുറത്താകുന്നു. ദുർനടപ്പുകാരനോ സ്വന്തം ശരീരത്തിന് വിരോധമായി പാപം ചെയ്യുന്നു. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിൽ ഇരിക്കുന്ന പരിശുദ്ധാത്മാവിനെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്ന് നിങ്ങളെ വിലക്ക് വാങ്ങിയിരിക്കയാൽ നിങ്ങൾ താങ്കളുടെ അല്ല എന്നും അറിയുന്നുവല്ലോ. ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവീൻ. ഇപ്പോൾ മനസ്സിലായല്ലോ കർത്താവിൻ്റെ ഉദ്ദേശം. അവനെ അനുസരിക്കുക, അവൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുക, ബാക്കിയെല്ലാം കർത്താവ് നോക്കിക്കൊള്ളും. നമുക്കൊരു ആശ്വാസത്തിൻ്റെ വഴിയല്ലയോ ഇത്? അതായത് വചനം ഇടവിടാതെ നിരന്തരമായി നമ്മൾ കൈകാര്യം ചെയ്യുകയാണ് എങ്കിൽ വചനത്തിലൂടെ നമുക്ക് ഗൈഡൻസ് ലഭിക്കും. ഇത് വേണോ? വേണ്ട. ഇത് ചെയ്യേണ്ട കാര്യമാണല്ലോ, എന്താ താമസിച്ചത്? കമാൺ, ഗോ ആൻഡ് ഡു ഇറ്റ്. ഇത് രണ്ടും നമ്മളോട് വചനത്തിലൂടെ കർത്താവ് സാധിച്ചു തരും. ഇത് ആർക്കാ? അനുസരണയുള്ളവർക്ക് മാത്രം. അനുസരണ ഇല്ലാത്തവർ ഇനി വല്ലതും ചോദിച്ചാലും അത് കിട്ടത്തില്ല. കാരണം വെച്ചാൽ കർത്താവിന് താല്പര്യമില്ല. കർത്താവ് നമ്മളെ പഠിപ്പിച്ചു. ശമൂവേൽ പ്രവാചകൻ്റെ വായിൽ നിന്ന് വന്ന വചനം ഞാൻ എടുത്തെടുത്ത് പറയാറുള്ളതാണ്: അനുസരിക്കുന്നത് ബലിയേക്കാളും ശ്രദ്ധിക്കുന്നത് മുട്ടാടുകൾ മേധസ്സിനേക്കാളും. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം, ഏത് തരം യാഗവും നിങ്ങൾ ചെയ്താലും എനിക്കതിനകത്ത് താല്പര്യമില്ല. എനിക്ക് താല്പര്യമുള്ളത് നിങ്ങളുടെ അനുസരണയാണ്. നിങ്ങളുടെ പിതാവിനെ നിങ്ങൾ അനുസരിക്കുകയാണ് എങ്കിൽ അതിനനുസരിച്ച് എനിക്ക് നിങ്ങളോട് പെരുമാറാൻ സാധിക്കും. എൻ്റെ കയ്യിൽ ഒരുപാട് വെർച്യൂസ് ഉണ്ട്. നിങ്ങൾക്ക് തരുവാൻ എൻ്റെ കയ്യിൽ ധാരാളം വിലപിടിപ്പുള്ള സംഗതികളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് അർഹതയുണ്ടോ എന്ന് ഞാൻ നോക്കണ്ടായോ? നിങ്ങളുടെ കൈക്ക് ഞാൻ ഈ തരാൻ പോകുന്ന വെർച്യൂസ് റിസീവ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്ന് ഞാനൊന്ന് അറിയണ്ടായോ? അതിനാണ് ഞാൻ അനുസരണ പരീക്ഷിക്കുന്നത്. ദൈവത്തെ അനുസരിക്കാത്ത ഒരു ജനമാകുന്നു നാം എങ്കിൽ നമുക്കെന്ത് സംഭവിക്കും? അത് വളരെ ദയനീയമായ ഒരു സംഗതിയാണ്. ഒന്നാമത്തെ കാര്യം, ചില ആൾക്കാർ പ്രാർത്ഥനാ വിഷയമായിട്ട്, അത് മാത്രമേ ഞാനിപ്പോൾ പറയുന്നുള്ളൂ, പ്രാർത്ഥനാ വിഷയമായിട്ട് പറയുന്നു: സാറേ ഞങ്ങൾക്ക് ഭയങ്കര കൺഫ്യൂഷനാണ്. കൺഫ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്? തകർന്നു പോകുന്ന ഒരു സംഭ്രാന്തി ഞങ്ങളെ വ്യാപിച്ചിരിക്കുന്നു. അയ്യോ സ്നേഹിത, തകർന്നു പോകുന്ന സംഭ്രാന്തിയുള്ള നീ എങ്ങനെയാണ് ദൈവപുരുഷനാകുന്നേ, ദൈവമനുഷ്യനാകുന്നേ, ദൈവദാസനാകുന്നേ? നിൻ്റെ തകർച്ചയും നിൻ്റെ സംഭ്രാന്തിയും കർത്താവ് പറഞ്ഞിട്ടില്ലയോ, നിൻ്റെ ഭാരം യഹോവയിന്മേലിട്ടുകൊള്ളുക, താങ്ങാൻ കഴിവുള്ളവൻ അവൻ മാത്രമാകുന്നു, നമ്മളാരുമല്ല. നമ്മളൊക്കെ വെറും ഷോയാ. നമ്മളെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയാൽ ദൈവം തമ്പുരാന് ചിരി വരും. പരീക്ഷിച്ച് നോക്കാൻ നമുക്ക് ത്രാണിയില്ല. അപ്പോൾ ദൈവത്തെ അനുസരിക്കാത്തവർക്കാണ് ഈ കൺഫ്യൂഷൻ. അല്ലാത്തവർക്ക് രാവിലെ എഴുന്നേറ്റു ദൈവസന്നിധിയിലിരുന്ന്, കർത്താവേ ഞാൻ ഇന്നും മരിച്ചിട്ടില്ല, അവിടുത്തെ കരുണയിൽ അവിടുത്തെ തൃക്കരങ്ങളിലാണ് എന്നെ വഹിച്ചതെന്ന് ഞാൻ അറിയുന്നു, ഞാനിതാ തിരുമുൻപാകെ വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവൻ്റെ കൺഫ്യൂഷനെല്ലാം പോയി. രണ്ടാമത്, ആ ദിവസത്തെ പെട്രോൾ വീണു. അവന് എല്ലാ തരത്തിലുള്ള ജോലികളും ചെയ്യാനുള്ളത് മോട്ടീവ് പവർ ഹാസ് ബീൻ പ്ലേസ്ഡ് ഇൻ ഹിസ് ബോഡി. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? പ്രാർത്ഥിക്കാൻ അങ്ങോട്ട് ഇരുന്നല്ലേ ഉള്ളൂ. നമ്മളവിടെ ശീർഷാസനം ചെയ്തോ, നമ്മൾ വല്ലോ ചെയ്തോ? ഇല്ലല്ലോ. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് മാറത്തടിച്ച് വിളിച്ചു. അത് ശരിയാണ്.
അത്രയല്ലേ നിങ്ങൾ ചെയ്തുള്ളൂ. അപ്പോഴത്തേക്ക് എന്ത് പറ്റി? ഓൾ യുവർ കൺഫ്യൂഷൻസ് ഹാവ് ബീൻ ക്ലെൻസ്ഡ്, റിമൂവ്ഡ്. ഇത് പോരായോ? ചില ആൾക്കാർ പറയുന്നതെന്നറിയോ, സംഘട്ടനത്തിലേക്ക് നയിക്കുന്ന ഏറ്റുമുട്ടൽ എനിക്കുണ്ടാകുമെന്ന് എപ്പോഴും ഞാൻ സ്വപ്നം കാണുക. ഈ സ്വപ്നവും അതിൻ്റെ അർത്ഥമൊക്കെ വ്യാഖ്യാനിക്കുന്നത് അങ്ങനത്തെ വല്ല പവർ നമുക്കുണ്ടോ? എനിക്കില്ല. എനിക്ക് നല്ല നിശ്ചയമായിട്ടറിയാം എനിക്ക് അങ്ങനത്തെ പവറൊന്നുമില്ല. പക്ഷേ ഏത് സ്വപ്നവും ഏത് സംഘട്ടനവും ഏത് ഭയപ്പെടുത്തുന്ന സംഗതിയും നമ്മുടെ കർത്താവിൻ്റെ മുൻപാകെ കൊണ്ടുവന്നാൽ പോയി എല്ലാം മഞ്ഞുരുകുന്ന പോലെ അങ്ങ് ഉരുകിപ്പോവും. എന്തുകൊണ്ട് നിങ്ങൾ കർത്തൃസന്നിധിയിൽ 2 തുള്ളി കണ്ണുനീരോടുകൂടി ഇത് സമർപ്പിക്കുന്നില്ല? ഡോക്ടർ എടുക്കലാണ് മരുന്നിന് പോകേണ്ടത്. നിങ്ങൾ ഈ പറയുന്ന കാര്യത്തിനെല്ലാം വിദഗ്ധനായ ഡോക്ടർ നമ്മുടെ യേശു തമ്പുരാനാണ്. അത് തന്നെയല്ല, യേശുവിനെ നിങ്ങളുടെ ഇരിക്കുന്ന സ്ഥാനത്തു നിന്ന് മോനെ എഴുന്നേക്ക് ബാ നമുക്ക് പോകാം, നമ്മൾ പോയിട്ട് രക്ഷകനായ യേശുവിനെ നമുക്കൊന്ന് കാണാമെന്ന് പറഞ്ഞ് നിങ്ങളെ ധൈര്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നില്ലയോ? നിങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്, അതൊരു സത്യമാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നുണ്ട്, അത് സത്യമാണ്. ആ ആത്മാവ് നിങ്ങളെ എപ്പോഴും പുത്രൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകും. ഈ പുത്രൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്നതിന് പൗലോസ് പറഞ്ഞ വാക്ക് എന്താണെന്നറിയോ? ഞരക്കങ്ങൾ, കേട്ടുകൂടാത്ത ഞരക്കങ്ങൾ. നമുക്ക് എല്ലാവർക്കും തോന്നും പ്രാർത്ഥിക്കാൻ എനിക്ക് നല്ല കഴിവാണ്. അയ്യോ, ഈ പറഞ്ഞ കഴിവിനെ പൗലോസ് പറയുന്നത് കേട്ടുകൂടാത്ത ഞരക്കങ്ങളെന്നാണ്. അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ പ്രാർത്ഥനയിലുള്ള ആ കഴിവ് പോലും. ഇത് മതി. ഇത് നിങ്ങൾ കൊണ്ട് കർത്താവിൻ്റെ മുൻപാകെ പറയുക, കർത്താവ് അത് വേണ്ട മാതിരി ചെയ്തു തരും. ഇത് നിങ്ങളുടെ സൊല്യൂഷനാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമ്മുടെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിലുണ്ടല്ലോ, ദൈവമേ അതിനുള്ള ചിലവ് എൻ്റെ കയ്യിലില്ലല്ലോ, അതിന് ഒത്തിരി കാശ് വേണ്ടായോ, അത് ഇന്ന സംഗതിയുണ്ട്, അത് വിറ്റാലും നീ എന്ത് വിറ്റാലും ശരി നിന്നെക്കൊണ്ട് അത് നടത്താൻ കഴിയില്ല. എന്താണെന്നറിയാമോ? ഏത് കാര്യം എങ്ങനെ എപ്പോൾ ചെയ്യണമെന്ന് ദൈവഭയമുള്ള കുഞ്ഞുങ്ങൾക്കറിയാം. ദൈവത്തിൻ്റെ ആത്മാവ് അവനോട് പറയും, ഡോണ്ട് ഡു ദാറ്റ് നൗ, ഐ വിൽ ടെൽ യു. അവനതനുസരിക്കും. അവൻ കയറി കിടന്ന് ഉറങ്ങും. കാലം സമ്പൂർണ്ണമാകുന്ന ഉടനെ കർത്താവ് വിളിച്ചു പറയും, മോനെ നീ ഇന്നാളൊരു കാര്യം ചോദിച്ചില്ലയോ, ദിസ് ഈസ് ദ റൈറ്റ് ടൈം. ഇങ്ങനെയാണ് എങ്കിൽ നിങ്ങളുടെ പ്രോജക്ട്സുകൾ, നിങ്ങൾക്ക് വീട് വെക്കണം, മകളുടെ കല്യാണം നടത്തണം, മറ്റേത് ചെയ്യണം, മറിച്ചേത് ചെയ്യണം, ഇതെല്ലാം നാശോന്മുഖമായി പോകുന്നത് നമ്മുടെ എബിലിറ്റി കൊണ്ട് ഞാൻ ചെയ്യും. അറിയോ, എനിക്കിതൊക്കെ ചെയ്യാൻ നല്ല കഴിവാണ്. എവിടെ? നിനക്ക് പരാജയപ്പെടാനുള്ളതല്ലാതെ വേറൊരു കഴിവുമില്ല. നമ്മൾ ഈ സംഗതികൾ വരുന്നതോടെ ദൈവസന്നിധിയിൽ അങ്ങോട്ട് സമർപ്പിക്കണം. കർത്താവേ, അടിയൻ തിരുസന്നിധിയിൽ വന്നിരിക്കുന്നു, ഇതാണ് എനിക്ക് പറ്റിയിരിക്കുന്നത്, ഇത്ര വലിയ ചിലവ് വഹിക്കാനുള്ള കഴിവ് എനിക്കില്ല. അപ്പോൾ കർത്താവ് എന്താ പറയുന്നറിയോ? ആര് പറഞ്ഞു? നീ ഇന്ന കാര്യങ്ങൾ അതെല്ലാം അങ്ങോട്ട് വെട്ടിക്കള. മകളുടെ കല്യാണത്തിന് 900 പേരെ തന്നെ വിളിക്കണമെന്ന് ആര് പറഞ്ഞു? മകളുടെ കല്യാണത്തിന് ഇത്രയും ക്വിൻ്റൽ കണക്കിന് സ്വർണം കൊടുക്കണമെന്ന് ആര് പറഞ്ഞു? വേണ്ടതല്ല വേണ്ട രീതി ചെയ്യുന്ന അതാത് ടൈമിൽ കർത്താവ് നമ്മളെ ഉപദേശിക്കും. അതിന് അനുസരണയുള്ള മകനായിരിക്കണം. അല്ലാത്തവരെ ഉപദേശിക്കാൻ ദൈവത്തിന് വേറെ ജോലിയുണ്ട്. പിന്നൊന്ന് ഈ നഷ്ടം, അതായത് നമുക്ക് മാനസികമായ ഒരുപാട് വി യൂസ് ടു ബിൽഡ് കാസിൽസ് ഇൻ ദി എയർ. അങ്ങനെ അല്ലാത്ത മനുഷ്യരാരുമില്ല. ഈ ഒരുപാട് കാസിൽസ് ഇങ്ങനെ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കോട്ടകൾ കെട്ടി കൊണ്ടുവരുന്ന ഉടനെ എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകണ്ടായോ, അപ്പോഴെന്തെടുക്കുമെന്നറിയാമോ? ഈ കോട്ടയെല്ലാം തകർന്ന് താഴെ വീഴും. പക്ഷേ
അവിടെ നമ്മൾ പരാജയപ്പെടരുത്. യു ഹാവ് ബീൻ ബിൽഡിങ് ദിസ് കാസിൽ ഇൻ ദി എയർ ഇൻ ദ പ്രസൻസ് ഓഫ് ഗോഡ്. അപ്പം ദൈവം നിങ്ങളെ എന്തോ കാര്യം പഠിപ്പിക്കാൻ വേണ്ടിയായിരിക്കും അത് ചെയ്തത്. അതിനകത്ത് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. കൂടാതെ ചിലപ്പം ശരീരത്തിൻ്റെ അസ്വാസ്ഥ്യം, എൻ്റെ അമ്മ എനിക്ക് വയ്യ എന്ന് ആര് പറഞ്ഞു? കർത്താവിലേക്ക് നോക്കുക. ആ കുരിശ് എടുത്ത് അവിടെ നിന്നും ഗോൽഗോഥ വരെ കൊണ്ടുപോകാൻ കർത്താവിന് കഴിവില്ലായിരുന്നു. പക്ഷേ കർത്താവ് അത് അച്ചീവ് ചെയ്തു. വീണു, അതെല്ലാം വേറെ വകുപ്പ്. ആർക്ക് വേണ്ടി കർത്താവ് അത് ചെയ്യാൻ കഴിവില്ലാത്തവനായി മാറി? നിനക്ക് വേണ്ടി. ദ ക്വാൻറ്റം ഓഫ് യുവർ സിൻ ഈസ് സോ മച്ച് ദാറ്റ് ഹി കുഡ് നോട്ട് ബെയർ ഇറ്റ്. നമ്മൾ ഇതെല്ലാം കണ്ടിട്ടും പിന്നെയും പാപത്തിൻ്റെ ആ വഴിയിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ നമ്മൾ നഷ്ടത്തിലേക്ക് മാത്രം പോകാനുള്ള ശ്രമമാണെന്ന് ഓർക്കണം. പാപം ചെയ്യുന്ന ദേഹി മരിക്കും. പാപം ചെയ്യുന്ന ദേഹി നഷ്ടത്തിലേ കലാശിക്കത്തുള്ളൂ. അത് നമുക്ക് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? നിങ്ങൾ ദൈവത്തിൻ്റെ അനുസരണയുള്ള മകനാകയാൽ നിങ്ങൾക്കത് ബാധകമല്ല. പിന്നൊന്ന് എന്താണെന്നറിയോ? റിഗ്രറ്റ്. ഈ ഞാൻ ഒരു കാര്യം ചെയ്യാനായിട്ട് അത് സെലക്ട് ചെയ്യുകയാണെന്ന് വെച്ചു. എനിക്ക് സെലക്ട് ചെയ്യുന്നതിനെ പറ്റി എന്തറിയാം? അതേ സമയത്ത് ആ സെലക്ഷനെ പറ്റി, ഇപ്പോൾ എൻ്റെ മകളുടെ കല്യാണം നടക്കുക, ഒരു നല്ല മരുമോനെ, ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും നല്ല മരുമോനെ കിട്ടണമെന്ന് എനിക്ക് ആഗ്രഹം കാണാം. അവന് എത്ര വേണോ അത് കൊടുക്കാൻ എൻ്റെ കയ്യിലുണ്ട്. പക്ഷേ എന്നാൽ എൻ്റെ സെലക്ഷൻ ഉണ്ടല്ലോ, തോറ്റുപോകും. ബിക്കോസ് ഐ ഡു നോട്ട് നോ ഹൗ ടു ചൂസ്. നമുക്കെല്ലാവർക്കും പറ്റുന്ന ഒരു കാര്യമാണ്, വി ഡോണ്ട് നോ ഹൗ ടു ചൂസ്. നമ്മൾ ആരുടെ അടുക്കലാണ് പോകേണ്ടത്? അതിന് കഴിവുള്ള ആളുടെ അടുക്കൽ പോകണം. അല്ലാതെ മന്ത്രവാദി എടുക്കലും ശകുനക്കാരൻ്റെ എടുക്കലും അല്ല. നമ്മുടെ കർത്താവായ യേശുവിൻ്റെ പാദത്തിൽ നിങ്ങൾ രാവിലെ മുത്തത് സന്ദർഭത്തിൽ കർത്താവേ ഇന്ന പോലൊരു സംഗതി എന്നെ കണ്ടമാനം അലട്ടുന്നു, അടിയൻ അറിയില്ല, ഒന്ന് കൽപ്പിച്ച് തരണവേ. കിട്ടിക്കഴിഞ്ഞു. സോ ഹൗ ടു ചൂസ് സംതിങ് ആൻഡ് ഹൗ ടു കം ഔട്ട് ഫ്രം റിഗ്രറ്റ്. ഇതല്ലാതെ പോയി ഞാൻ താനെ പോയി അതങ്ങ് ചെയ്യുകയാണെങ്കിൽ, അയ്യോ അത് തെറ്റിപ്പോയല്ലോ, എൻ്റെ കുഞ്ഞിനെ കൊണ്ട് കൊടുത്തത് ഒരു ശുനകൻ്റെ കയ്യിലായിപ്പോയല്ലോ, ദൈവമേ. റിഗ്രറ്റ്. യു ആർ ആസ്കിങ് ഫോർ റിഗ്രറ്റ്. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ്, ഗോ ടു ദ ലോഡ്. കർത്താവേ ഇതെനിക്കറിയത്തില്ല, ഐ വാണ്ട് യുവർ ഗൈഡൻസ്. പിന്നെ ഈ വേഗത്തിൽ ഒരു കാര്യം വേണ്ട പോലെ ചെയ്യാൻ നമുക്കറിയത്തില്ല. നമ്മൾ വേഗത്തിൽ നിന്നുള്ളതിന് പകരം ഉദാസീനത കൊണ്ട് നാളെ നീളയാക്കി അതങ്ങ് നീട്ടും. ഒടുവിൽ എന്താകുമെന്നറിയാമോ? അതിന് യാതൊരു ഫലപ്രാപ്തി ഇല്ലാതായി പോകും. അങ്ങനെ നമ്മൾ ചെയ്യാൻ പാടില്ല. നമ്മൾ ദൈവസന്നിധിയിൽ ഓരോ കാര്യങ്ങളും കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ദൈവം എന്ത് ചെയ്യുമെന്നറിയാമോ? ഇന്ന സംഗതി ഇന്ന സമയത്തിനകം നീ ചെയ്തിരിക്കണം. അശരീരിയാണോ? അല്ല. വേദപുസ്തകത്തിലാണോ? അല്ല. പ്രവാചകൻ പറഞ്ഞതാണോ? അല്ല. എന്താ നമുക്കറിയത്തില്ല. പക്ഷെ മെസ്സേജ് ഈസ് ലൗഡ് ആൻഡ് ക്ലിയർ. ഇന്ന സമയത്തിനകം നീ ഇത് ചെയ്തിരിക്കണം. കർത്താവ് കേൾപ്പിച്ചു തരും. അത് വലിയ ഒരു സംഗതിയാണ്. അതുകൂടാതെ നമുക്ക് മിക്കവരും പറയുന്നുണ്ട്, സാറേ ശരീരത്തിന് തീരെ സുഖമില്ല, മനസ്സിന് ഭയങ്കര ബേജാറാണ്, എപ്പോഴും ഇങ്ങനെ. ഇതെല്ലാവർക്കും ഉള്ളതാണ്. ശരീരത്തിന് അസുഖമെന്ന് പറഞ്ഞാൽ ഇല്ലാത്ത മനുഷ്യരാരും ഇല്ല. ശരീരത്തിന് അസുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തോ ചെയ്യണം? ദൈവം മുൻപാകെ ഡോക്ടറെ കാണണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. അത്രയ്ക്കുണ്ടെങ്കിൽ നീ തീർച്ചയായിട്ടും ഡോക്ടറെ അടുക്ക പോവും. അത്രയ്ക്കില്ലാന്ന് കണ്ടുകൊണ്ട് ആ പ്രാർത്ഥിക്കുന്ന സാറിനോടൊന്ന് പറഞ്ഞാൽ അദ്ദേഹം അതങ്ങ് മാറ്റിത്തരൂ.
അയ്യോ അതൊക്കെ തെറ്റാണ്. നിങ്ങൾ ദൈവസന്നിധിയിലിരിക്കുക, ദൈവമേ എനിക്ക് ഇന്ന പ്രശ്നമുണ്ട്, അത് ദൈവത്തിന് അറിയാവുണ്ടെന്ന്. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, അതുകൊണ്ട് കർത്താവ് എന്നെ കടാക്ഷിക്കണമേ എന്ന് പറഞ്ഞു. ഇത് കേട്ടാൽ ഉടനെ നമ്മുടെ കർത്താവ് എന്തെടുക്കുമെന്നറിയോ? അതിനുള്ള സ്റ്റെപ്പ് എടുക്കും. ഒന്നുകിൽ അവിടുത്തെ തൃക്കൈ, എൻ്റെ അനുഭവം എന്താണെന്ന് വെച്ചിരുന്നാൽ ഈ രോഗികൾക്ക് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ സ്വർഗത്തിലിരുന്ന് ദൈവം തമ്പുരാൻ അവിടുത്തെ തൃക്കൈ നീട്ടി പറയും, അവനെ അല്ലെങ്കിൽ അവളെ ഞാൻ ശുദ്ധീകരിച്ചു, അല്ലെങ്കിൽ ഞാൻ സൗഖ്യമാക്കിയിരിക്കുന്നു എന്ന് കാണിക്കും. ഇത് ദൈവത്തിന് വലിയ താല്പര്യമുള്ള കാര്യമാണ്. ഇത് നിങ്ങൾക്ക് സാധിക്കുന്ന കാര്യമാണെന്നാണ് ഞാനീ പറയുന്നത്. ചെല്ലുക. പല പ്രാവശ്യം പറഞ്ഞിട്ടും മുട്ടുകുത്താൻ മനസ്സില്ലാത്തവരും 2 തുള്ളി കണ്ണുനീര് ദക്ഷിണയായിട്ട് കൊടുക്കാൻ നിവൃത്തിയില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അവർക്ക് വേണ്ടി അല്ലല്ലോ. ഈ കേൾക്കുന്ന കൂട്ടത്തിൽ എൻ്റെ കർത്താവെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം എന്ന് പറയുന്ന ഒരു ചെറിയ വിഭാഗമുണ്ടല്ലോ, അവരെ മാത്രം ലക്ഷ്യമിട്ട്. പിന്നെ മറ്റവനും വരും, നാളെ അല്ലേ മറ്റന്നാൾ അവൻ വരും. നമ്മൾ പ്രതീക്ഷ കൈവിടാൻ പാടില്ല. പിന്നെ ഈ ധനസംബന്ധമായി ആൾക്കാർക്ക് വലിയ പിരിമുറുക്കം, ധനസംബന്ധമായി വ്യക്തികൾക്ക് വലിയ പിരിമുറുക്കം ഉണ്ടാകുന്നു. ഈ പിരിമുറുക്കം കാരണം അവർക്ക് പല സംഗതികളും ന്യായമായ രീതിയിൽ ചെയ്യുവാൻ കഴിയുന്നില്ല. അത് അവരുടെ ഒരു ബലഹീനതയാണെന്ന് ഞാൻ പറയുകയില്ല. അവർക്ക് ദൈവത്തോടുള്ള അടുപ്പമില്ലാത്ത കൊണ്ടാണ്. ദൈവം തമ്പുരാൻ അവരോട് പല കാര്യങ്ങൾ പറഞ്ഞു അതനുസരിക്കാത്തത് കൊണ്ട് വന്ന ധനസംബന്ധമായ പിരിമുറുക്കമാണ്. കൂടാതെ ചില ആൾക്കാർ എന്തെങ്കിലുമൊക്കെ പത്രത്തിലോ അവിടെ ഇവിടെയൊക്കെ കണ്ടുകൊണ്ട് ചെന്നിട്ട് പോയി ലോൺ എടുക്കും. ഹൗ വിൽ യു റീപേ ദ ലോൺ? നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഈ എടുത്ത പണവും അതിൻ്റെ പലിശയും ഈ പറഞ്ഞിരിക്കുന്ന കാലാവധിക്കുള്ളിൽ ഞാൻ എങ്ങനെ തിരിച്ചടയ്ക്കും? ഇത് ഒരു ഹോംവർക്ക് പോലെ ചെയ്യാതെ നിങ്ങൾ പണസംബന്ധമായി എനിക്ക് ഭയങ്കര പ്രശ്നമാണ് സമ്മതിക്കുന്നത്, ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല, അതിപ്പോൾ എനിക്ക് മാനസികമായ പിരിമുറുക്കമായി മാറിയിരിക്കുന്നു. 2 കൂടെ കൂട്ടി അങ്ങോട്ട് കെട്ടി. ദൈവത്തിൻ്റെ ജനമേ, ഇത് നിങ്ങളുടെ ഉണ്ടാക്കല. ഈ അനാവശ്യമായ ലോണ് നമുക്ക് വേണ്ട. കൊടുത്തു തീർക്കാൻ വയ്യാത്ത ലോണ് എനിക്ക് വേണ്ട. ഉള്ള കെട്ടിടം കൂടെ വന്ന് അവർ ജപ്തി ചെയ്തുകൊണ്ട് പോകാൻ ഇട കൊടുക്കാതിരിക്കേണ്ടതിന് നമ്മൾ ദൈവത്തോട് ചോദിച്ചിട്ടല്ലല്ലോ ഇതൊന്നും ചെയ്യുന്നത്. അപ്പോൾ ഇനി ലോൺ എടുക്കാൻ പോകുമ്പോൾ നിങ്ങൾ ഒരു നേരത്തെ ആഹാരം വെടിഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്നിട്ട് 2 തുള്ളി കണ്ണുനീരോടെ, കർത്താവേ ഇതിന് ഞാൻ പോണോ? ഒരു നടക്ക് തീരുമോ? എന്നെക്കൊണ്ട് കൊടുത്തു തീർക്കാൻ കഴിയുമോ? ചോദിക്ക്. കാലള നിങ്ങൾ കൊടുക്കണ്ട. ഞാൻ പറഞ്ഞത് എന്താണെന്നറിയാം? സ്നേഹത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും എൻ്റെ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ 2 തുള്ളി കണ്ണുനീര് വന്നത് മാത്രം മതി, വേറൊന്നും വേണ്ട. ഈ 2 തുള്ളി കണ്ണുനീര് കണ്ടു കഴിഞ്ഞാൽ പിന്നുണ്ടല്ലോ വാദി പ്രതിയാവും. കർത്താവ് പറയും, ഓക്കെ യവൻ്റെ കാര്യം ഞാൻ നടത്തി കൊടുത്തിട്ട് തന്നെ കാര്യമെന്ന് പറഞ്ഞത്. കർത്താവ് നിങ്ങളോട് കൂടെ വരും. കർത്താവ് നിങ്ങളോട് കൂടെ വരികയാണെങ്കിൽ പ്രശ്നം ലഘൂകരിക്കപ്പെട്ടു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് എന്തിനാച്ചിരുന്നാൽ എപ്പോഴും ഒരു പ്രത്യാശയില്ലായ്മ വരുമ്പോഴും ദൈവത്തെ അനുസരിക്കാത്തവർക്ക് മാത്രം വരുന്ന കാര്യമാണ്. ഇനി ഒന്നുകൂടെ പറഞ്ഞാൽ നിർത്താം. നാം അനുസരണയില്ലാത്തവരെങ്കിൽ ദൈവം നമ്മളെ അനുസരണ പഠിപ്പിക്കും. അതാണ് ഏറ്റവും രസകരമായ സംഗതി. ദൈവത്തിൻ്റെ സന്നിധിയിൽ അനുസരണയില്ലായ്മ കാണിച്ചു യോന.
വടക്കോട്ട് പോകാൻ പറഞ്ഞവൻ നേരെ പടിഞ്ഞാട്ട് പോയിരിക്കുന്നു. നേരെ പടിഞ്ഞാട്ട് പോകുക എന്ന് പറഞ്ഞാൽ എവിടെയാണെന്ന് പറയുക, സ്പെയിനിലേക്കാണ് പോകുന്നത്. വടക്കോട്ടെന്ന് പറഞ്ഞാൽ നിനിവെ പട്ടണത്തിലേക്കാണ് പോകേണ്ടത്. അനുസരണം കെട്ടവൻ, അവൻ എന്ത് പറ്റി നിങ്ങൾക്കറിയാം, നല്ല വൃത്തിയായിട്ടറിയാം. ഇതിന് നമ്മൾ വലിയ വില കൊടുക്കേണ്ടി വരും. കർത്താവ് പറയുകയാണ്, മകനെ മകളെ നീ ഇന്ന പോലെ ചെയ്യുക. കർത്താവ് നിങ്ങളെ തുണയ്ക്കും. അതിന് വേണ്ട സകല പാരഫെർനേലിയാസും കർത്താവ് തരത്താനും ഒരുക്കിത്തരും. ഒരിക്കലും നമ്മൾ അധൈര്യപ്പെടേണ്ട കാര്യമില്ല. എപ്പോഴും എന്ത് വേണമെന്നറിയാമോ, എന്നെ നയിക്കുന്നത് എൻ്റെ കർത്താവാകുന്നു. കം വാട്ട് മേ ഐ വിൽ ഒബേ ഹിം. എന്ത് വന്നാലും, എൻ്റെ മരണം വന്നാലും ഞാൻ അവനെ അനുസരിക്കും. ഇങ്ങനൊരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണ് എങ്കിൽ മക്കളെ, ഞാൻ പറയുന്നു, നിങ്ങൾ സന്തോഷമുള്ളവരായി, ജീവിതത്തിൽ പരാജയം എന്തെന്ന് അറിയാത്തവരായി നിങ്ങളുടെ ജീവിതം കടന്നു പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. കാരണമുള്ള ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അടിയങ്ങളോട് കൂടെ ഇരുന്നതിനാൽ സ്തുതിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അയച്ച് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തെ തുറക്കണമേ. കർത്താവേ, ദൈവത്തെ അനുസരിക്കുന്ന ഒരു ജനതതി അത് വരട്ടെ കർത്താവേ. അവിടുന്ന് ഒന്ന് തുണച്ചാൽ ഞങ്ങളതിന് തയ്യാറാണ് കർത്താവേ. ഞങ്ങളെല്ലാവരും അവിടുത്തെ അനുസരിക്കുന്ന നല്ല മക്കളായി, അവിടുത്തെ ശിഷ്യന്മാരായിട്ട് വരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ.